പ്രവാസ ലോകത്തെ വാർത്തകൾ. ട്രംപ് ഭരണകൂടത്തിൽ നിന്ന് ഇലോൺ മസ്ക് രാജിവെച്ചു. ട്രംപ് സർക്കാരിന്റെ പ്രത്യേക സർക്കാർ ഏജൻസിയായ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയിൽ നിന്നാണ് മസ്ക് പടിയിറങ്ങിയത്. US സർക്കാരിന്റെ പ്രത്യേക ഏജൻസിയായ ഡോജിൽ നിന്നും പടിയിറങ്ങുന്നതായി പ്രഖ്യാപിച്ച ടെസ്ല സിഇഒയും ശതകോടീശ്വരനുമായ ഇലോൺ മസ്ക് ഡോജിൽ തന്റെ സമയം അവസാനിക്കുന്നുവെന്നാണ് പിന്മാറ്റത്തോട് മസ്ക് പ്രതികരിച്ചത്. പ്രത്യേക സർക്കാർ ഉത്തരവാദിത്തം നൽകിയതിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മസ്ക് നന്ദി അറിയിക്കുകയും ചെയ്തു. US സർക്കാരിന്റെ പ്രത്യേക ജീവനക്കാരൻ എന്ന ജോലിയിൽ എനിക്ക് അനുവദിക്കപ്പെട്ട സമയം അവസാനിക്കുകയാണ്. സർക്കാരിന്റെ അനാവശ്യമായ ചെലവുകൾ കുറയ്ക്കാനായി ട്രംപ് എനിക്ക് നൽകിയ അവസരത്തിൽ നന്ദി പറയുന്നു. ഡോജിന്റെ പ്രവർത്തനങ്ങൾ കാലക്രമേണ ശക്തിപ്പെടും, ഇലോൺ മസ്ക് എക്സിൽ കുറിച്ചു. അതേസമയം ട്രംപിന്റെ താരിഫ് നയങ്ങൾ പ്രതിഷേധിച്ചാണ് മസ്ക് ഡോജ് വിടുന്നതെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പുതിയ താരിഫ് നയത്തെ മഹത്തായതും മനോഹരമായതുമെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. എന്നാൽ ഒരു ബിൽ മഹത്തായതാവാം, ചിലപ്പോൾ മനോഹരമായതാകാം. പക്ഷേ ഒരു ബിൽ ഒരുപോലെ മഹത്തായതും മനോഹരമായതുമാകുമെന്ന് അറിയില്ലായിരുന്നു മസ്കിന്റെ വിമർശനം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഡിജിറ്റൽ സാമ്പത്തിക മേഖലയെ നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ട് UAE സമൂഹമാധ്യമ ഇൻഫ്ലുവൻസർമാർക്കായി ഫിൻഫ്ലുവൻസർ ലൈൻസ് അവതരിപ്പിച്ചു. UAE-യിൽ ധനകാര്യോപദേശങ്ങൾ നൽകുന്ന സമൂഹമാധ്യമ ഇൻഫ്ലുവൻസർമാർക്കായി സെക്യൂരിറ്റീസ് ആൻഡ് കമ്മോഡിറ്റീസ് അതോറിറ്റിയാണ് പുതിയ ലൈസൻസ് അവതരിപ്പിച്ചത്. ഡിജിറ്റൽ ധനകാര്യ ഉള്ളടക്കത്തെ നിയന്ത്രിക്കുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുകയാണ് പ്രധാന ലക്ഷ്യം. നിക്ഷേപം, ഓഹരി, ക്രിപ്റ്റോ, സ്വർണം തുടങ്ങിയവയെക്കുറിച്ച് സമൂഹമാധ്യമങ്ങളിൽ ഉപദേശം നൽകുന്ന വ്യക്തികൾക്ക് ഇനി മുതൽ ലൈസൻസ് നിർബന്ധമായിരിക്കും. ഇത് ഒരു നിയന്ത്രണ നടപടിയല്ലെന്നും ഡിജിറ്റൽ സാമ്പത്തിക മേഖലയെ നിയന്ത്രിക്കുക മാത്രമാണ് ഉദ്ദേശമെന്നും അധികൃതർ വ്യക്തമാക്കി. UAE-യിൽ നിയന്ത്രണ വിധേയമായ സാമ്പത്തിക ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട നിക്ഷേപ നിർദ്ദേശങ്ങൾ നൽകുന്നവർക്കാണ് ഫിൻ ഇൻഫ്ലുവൻസർ ലൈസൻസ് ലഭിക്കുക. SCA-യിൽ രജിസ്റ്റർ ചെയ്യുകയും എല്ലാ നിയമാനുസൃത ബാധ്യതകളും പാലിക്കുകയും ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ, മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ. അതിവേഗ പ്രോസസിംഗ്, 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. UAE-യിൽ ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം പുതിയ ഡിജിറ്റൽ സേവനം ആരംഭിച്ചു. സിക്ക് ലീവുകൾക്കും മെഡിക്കൽ റിപ്പോർട്ടുകൾക്കും ഓൺലൈൻ അറ്റസ്റ്റേഷൻ സംവിധാനം ഏർപ്പെടുത്തി. ഉപഭോക്താക്കൾക്ക് UAE പാസ് ഉപയോഗിച്ച് മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പ് വഴി സേവനം ലഭ്യമാകും. 5 ദിവസം വരെ സിക്ക് ലീവ് അംഗീകരിക്കും. 1 മാസത്തിൽ കൂടുതൽ സിക്ക് ലീവ് വേണ്ടവർക്ക് ഫീസ് അടച്ച ശേഷം സുപ്രീം മെഡിക്കൽ കമ്മിറ്റിയുടെ അനുമതി വേണം. വിദേശത്ത് നൽകുന്ന മെഡിക്കൽ റിപ്പോർട്ടുകൾക്കും സിക്ക് ലീവുകൾക്കും അംഗീകാരത്തിനായി മെഡിക്കൽ കമ്മിറ്റിയിലേക്ക് കൈമാറുന്നതിന് മുമ്പ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മുൻകൂർ സാക്ഷ്യപ്പെടുത്തൽ ആവശ്യമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഹജ്ജ് തീർത്ഥാടകർക്ക് ആശ്വസിക്കാം. സൗദി അറേബ്യയിലെ ഹറമൈൻ ഹൈസ്പീഡ് റെയിൽവേ ട്രെയിൻ ടിക്കറ്റുകളിൽ 50% വരെ കിഴിവുകൾ പ്രഖ്യാപിച്ചു. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിന് മുന്നോടിയായി ഹറമൈൻ ഹൈസ്പീഡ് റെയിൽവേ ട്രെയിൻ ടിക്കറ്റുകൾ ഇളവുകൾ വാഗ്ദാനം ചെയ്യുന്നു. ഹജ്ജ് തീർത്ഥാടനം മുന്നിൽ കണ്ട് സൗദി അറേബ്യ റെയിൽവേ വികസന പ്രവൃത്തികൾ വർദ്ധിപ്പിച്ചിരുന്നു. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ സർവീസുകളിലൊന്നായ ഹറമൈൻ ലൈൻ ഈ സീസണിൽ 4700-ലധികം യാത്രകൾ നടത്തുമെന്നും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ജൂൺ 7 വരെ കിങ് അബ്ദുൾ അസീസ് ഇന്റർനാഷണൽ എയർപോർട്ട് സ്റ്റേഷനിൽ നിന്ന് മദീന സ്റ്റേഷനിലേക്കുള്ള ബിസിനസ്, ഇക്കോണമി ക്ലാസുകളിലെ റൗണ്ട് ട്രിപ്പ് ടിക്കറ്റുകൾക്ക് 50% വരെ കിഴിവ് ലഭിക്കുകയും ചെയ്യും. കൂടാതെ മക്ക സ്റ്റേഷനിൽ നിന്ന് മദീന സ്റ്റേഷനിലേക്കുള്ള ബിസിനസ്, ഇക്കോണമി ക്ലാസുകളിലെ റൗണ്ട് ട്രിപ്പ് ടിക്കറ്റുകൾക്ക് ജൂൺ 16 വരെ 50% കിഴിവും, ജൂൺ 7 വരെ ജിദ്ദ അൽ സുലൈമാനി സ്റ്റേഷനിൽ നിന്ന് മദീന സ്റ്റേഷനിലേക്കുള്ള ബിസിനസ്, ഇക്കോണമി ക്ലാസുകളിലെ റൗണ്ട് ട്രിപ്പ് ടിക്കറ്റുകൾക്ക് 50% കിഴിവ് വരെ ലഭിക്കുമെന്നാണ് സൗദി അറേബ്യ റെയിൽവേ നിലവിൽ പ്രഖ്യാപിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റിൽ നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടി. 2700 പ്രവാസികളെ നാടുകടത്തി. ആഭ്യന്തര മന്ത്രാലയത്തിലെ കറക്ഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ ജനറൽ അഡ്മിനിസ്ട്രേഷനിലെ നാടുകടത്തൽ താൽക്കാലിക തടങ്കൽക്കാര്യ വകുപ്പ് ഏപ്രിലിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 2700 പ്രവാസികളെ കുവൈറ്റിൽ നിന്ന് നാടുകടത്തി. അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ ജുഡീഷ്യൽ നാടുകടത്തൽ ഉത്തരവുകൾ പുറപ്പെടുവിച്ച പ്രവാസികളെ നാടുകടത്താനുള്ള വകുപ്പിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണിത്.
റെസിഡൻസി നിയമം ലംഘിച്ചതായി തെളിയിക്കപ്പെട്ടവർ, നിയമവിരുദ്ധ തൊഴിലാളികൾ, മൂന്നാം കക്ഷികൾക്കായി ജോലി ചെയ്യുന്നവർ, നിയമത്തിന്റെ പരിധിക്ക് പുറത്തുള്ളവർ എന്നിവരെ അറസ്റ്റ് ചെയ്യുന്നതിനായി എല്ലാ ഗവർണറേറ്റുകളിലും സുരക്ഷാ ക്യാമ്പയിനുകൾ തുടരുകയാണ്. ജോലിയെയും താമസത്തെയും നിയന്ത്രിക്കുന്ന നിയമങ്ങളും ചട്ടങ്ങളും ലംഘിക്കാൻ ധൈര്യപ്പെടുന്ന ആരെയും പിന്തുടരുമെന്ന് മന്ത്രാലയം സ്ഥിരീകരിച്ചു. താമസ നിയമം ലംഘിക്കുന്നവരെയും നിയമവിരുദ്ധ തൊഴിലാളികളെയും പിടികൂടുന്നതിനായി മന്ത്രാലയത്തിലെ വിവിധ മേഖലകൾ സുരക്ഷാ ക്യാമ്പയിനുകൾ തുടർന്നും നടത്തുന്നുണ്ടെന്നും തടങ്കലിൽ വയ്ക്കുമ്പോൾ മാനുഷിക പരിഗണനകൾ കണക്കിലെടുത്ത് നാടുകടത്തൽ വകുപ്പിലേക്ക് റഫർ ചെയ്യണമെന്നും അധികൃതർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.